ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് സൺഡേ അല്ലേ, അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് അച്ഛനും മക്കളും കൂടെ രാവിലെ പുറത്ത് പോകാനായിട്ട് നിൽക്കുകയാണ്. വേറൊന്നുമല്ല, ചിക്കൻ എടുക്കാൻ പോവല്ലേ. അപ്പം നേരത്തെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചപ്പോഴാണ് നല്ല മഴ, പെരുമഴ. അപ്പോൾ അതൊരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തു. അങ്ങനെ മഴയൊക്കെ തോർന്നു, പിന്നെ ചെറിയൊരു വെയിൽ വരുന്നുണ്ട്. അങ്ങനെ അടുത്ത മഴയ്ക്ക് മുമ്പ് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവർ പോയി കഴിഞ്ഞ് ഞാൻ കുഞ്ഞിനെ ഉറക്കിയിട്ട് തക്കാളി ഉള്ളിയൊക്കെ അരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ വന്നു കഴിയുമ്പം കറി വെക്കാൻ എളുപ്പമുണ്ടല്ലോ. അപ്പം മോളെ ഉറക്കി അപ്പം ഞാൻ വേഗം പോയി എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചു. ഇഞ്ചിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചോറും രാവിലെ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടെ ഒന്നിച്ച് വെക്കാൻ പറ്റുകയില്ല. മോളുള്ള കാരണം എല്ലാ പണിയും കൂടെ ഒറ്റയ്ക്ക് എനിക്ക് പാടാകുക കാരണം ഞാൻ വേഗം രാവിലെ ചോറും കപ്പയൊക്കെ വേവിച്ച് വെച്ചു. ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഇച്ചിരി കപ്പ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് വേവിച്ച് വെച്ചു. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില പിന്നെ നല്ല ഫ്രഷായിട്ട് നമ്മുടെ മുറ്റത്ത് തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ മഴയൊക്കെ പെയ്ത് മുറ്റത്തെല്ലാം ചള്ളയായിരുന്നു. അപ്പോൾ പിന്നെ അടുത്ത മഴയ്ക്ക് മുമ്പേ വേഗം പോയി ഞാൻ 2 തണ്ടിങ്ങി പറിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ഏകദേശം ഉച്ചയായപ്പോഴത്തേന് വെയിലൊക്കെ വന്നു. അവരെന്താ വേഗം വന്നു, വേഗമെന്നല്ല 2 മണിയായി വന്നപ്പോൾ. ചിക്കനൊക്കെ വാങ്ങിയിട്ട് വന്നു. പിന്നെ അവരെ ഞാൻ ഒരിടത്താക്കിയിട്ട് ഞാൻ എൻ്റെ പണി തുടങ്ങി. അപ്പോൾ ചിക്കനൊക്കെ കഴുകണ്ട, അപ്പോൾ ആദ്യം അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കനെല്ലാം കഴുകി ഇവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എല്ലാം കൂടെ മസാലയും മുളകും മല്ലിയും എല്ലാം കൂടി ഇട്ടൊന്ന് പുരട്ടി വെച്ചു. പിന്നെ വേഗം എണ്ണ ചൂടായി വന്നപ്പോഴത്തേന് മസാലയിട്ട് മുളകും മല്ലി തക്കാളി ഉള്ളി ഇഞ്ചി എല്ലാം കൂടെ വഴറ്റിയെടുത്തു. അപ്പോൾ അത് ഏകദേശം ഒന്ന് വഴഞ്ഞ് വരുമ്പോഴത്തേന് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മറ്റേ കാശ്മീരി ചില്ലി കുറച്ച് മസാലയും കൂടെ വേണമെങ്കിൽ ചേർക്കാം. അങ്ങനെ നമ്മുടെ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേന് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് പതുക്കെ സിമ്മിലാക്കി നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം അങ്ങനെ നമ്മുടെ ചിക്കൻ തിളച്ച് വരുന്നുണ്ട്. ഇനി വെന്തോന്നൊക്കെ ഇടയ്ക്ക് നോക്കിയപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു. പിന്നെ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കുറച്ച് നേരം കൂടെ വേവിക്കാൻ വെച്ചു. അങ്ങനെ നമ്മുടെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ചിക്കൻ കറി റെഡിയായി. പിള്ളേർ വിശന്നിരിപ്പുണ്ട്, അപ്പോൾ അവർക്കും ചോറ് കൊടുത്ത് ഞാനും കഴിച്ചു, കുഞ്ഞിനും കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.